രണ്ടാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 10ാമത്തെ പാഠം 10 ഒരു റക്അത്ത്. പാഠം നോക്കാം. സുജൂദ് ഉൾപ്പെടെയുള്ളവ നാം പഠിച്ചു. കഴിഞ്ഞ പാഠങ്ങളിലായിട്ട് സുജൂദ് വരെ പഠിച്ചു. രണ്ടാം സുജൂദിൽ നിന്ന് ഉയരലോടുകൂടി ഒരു റക്അത്ത് പൂർത്തിയാകുന്നു. രണ്ടാം സുജൂദിൽ നിന്ന് ഉയരുന്നതോടുകൂടി ഒരു റക്അത്ത് പൂർത്തിയാകുന്നു. അതുപോലെ രണ്ടാമത്തെ റക്അത്തും നിസ്കരിക്കുന്നു. അതുപോലെ ഉയർന്നു നിന്ന് ഫാത്തിഹ ഓതിയിട്ട് സൂറത്ത് ഓതുക, റുക്കൂ, ഇഅ്തിദാൽ, അങ്ങനെ രണ്ടാമത്തെ റക്അത്തും നിസ്കരിക്കുന്നു. രണ്ടാമത്തെ റക്അത്തിൽ രണ്ടാം സുജൂദിൽ നിന്ന് ഉയർന്ന് ഇരുന്ന് അത്തഹിയാത്തും നബിയുടെ മേൽ സ്വലാത്തും ചൊല്ലുന്നു. രണ്ടാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ സുജൂദിൽ കഴിഞ്ഞാൽ ഇരുന്നിട്ട് എന്താണ് ചൊല്ലാനുള്ളത്? അത്തഹിയാത്തും നബിയുടെ മേൽ സ്വലാത്തും ചൊല്ലുന്നു. അത്തഹിയാത്ത് നമുക്ക് പഠിക്കാണ്ടല്ലേ, അടുത്ത പാഠാണ് അത്തഹിയാത്ത്. അതും നബിയുടെ മേൽ സ്വലാത്തും ചൊല്ലുന്നു. ശേഷം എഴുന്നേറ്റ് ബാക്കിയുള്ളവ നിസ്കരിക്കുന്നു. അതിനുശേഷം എഴുന്നേറ്റ് ബാക്കിയുള്ളവ നിസ്കരിക്കുന്നു. അവസാനത്തെ റക്അത്തിൽ രണ്ടാമത്തെ സുജൂദിന് ശേഷം ഇരുന്ന് അത്തഹിയാത്തും നബിയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്തും ശേഷം ദുആവും ചെയ്ത് സലാം വീട്ടുന്നു. അവസാനത്തെ റക്അത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോ നിസ്കാരത്തിനും റക്അത്തുകളുടെ എണ്ണം ഉണ്ട് അല്ലേ. സുബ്ഹിക്ക് 2 റക്അത്ത്, മഗ്രിബിന് 3 റക്അത്ത്, ഇശാഇനും അസറിനും ളുഹ്റിനും 4 റക്അത്ത്. അപ്പോൾ അവസാനത്തെ റക്അത്തിൽ ഇതിൻ്റെ ഓരോ നിസ്കാരത്തിൻ്റെ അവസാനത്തെ റക്അത്ത് എത്തുമ്പോൾ രണ്ടാമത്തെ സുജൂദിന് ശേഷം ഇരുന്ന് അത്തഹിയാത്തും നബിയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്തും ശേഷം ദുആവും ചെയ്ത് സലാം വീട്ടുന്നു. അവസാനത്തെ റക്അത്ത് 3 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ അതിൽ 2 സുജൂദ് ചെയ്തതിന് ശേഷം ഇരുന്ന് അത്തഹിയാത്തും നബിയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്തും ശേഷം ദുആവും ചെയ്ത് സലാം വീട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് വലതുഭാഗത്തേക്കും വീണ്ടും സലാമോടുകൂടി ഇടതുഭാഗത്തേക്കും മുഖം തിരിക്കുന്നു. സലാം വീട്ട് എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് ആദ്യം വലതുഭാഗത്തേക്ക്, പിന്നെ വീണ്ടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് ഇടതുഭാഗത്തേക്കും മുഖം തിരിക്കുന്നു. പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി പാഠത്തിൻ്റെ തദ്രീബാത്ത് ചോദ്യോത്തരങ്ങൾ നോക്കാം. 1. ഉത്തരം പറയാം. 1. ഒരു റക്അത്ത് പൂർത്തിയാകും എപ്പോൾ? എപ്പോഴാണ് ഒരു റക്അത്ത് പൂർത്തിയാകുക? രണ്ടാം സുജൂദിൽ നിന്ന് ഉയരലോടുകൂടി ഒരു റക്അത്ത് പൂർത്തിയാകുന്നു. പാഠത്തിൽ പഠിക്കാണ്ടല്ലേ. രണ്ടാം സുജൂദിൽ നിന്ന് ഉയരലോടുകൂടി ഒരു റക്അത്ത് പൂർത്തിയാകുന്നു. രണ്ടാമത്തെ ചോദ്യം, സലാമിൻ്റെ വചനം ഏതാകുന്നു? സലാമിൻ്റെ വചനം ഏതാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അടുത്ത ചോദ്യം ചോദിച്ച് പഠിക്കാം. നിസ്കാരത്തിൽ എത്ര ഇനം ഇരുത്തമുണ്ട്? 2 ഇനം, 2 തരത്തിലുള്ള ഇരുത്തമുണ്ട്. അവയുടെ പേരെന്ത്? ഇഫ്തിറാഷിൻ്റെ ഇരുത്തം, തവറുക്കിൻ്റെ ഇരുത്തം. ആദ്യത്തെ അത്തഹിയാത്തിൽ എങ്ങനെ ഇരിക്കണം? ആദ്യത്തെ അത്തഹിയാത്തിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അവസാനത്തെ അത്തഹിയാത്തിൽ തവറുക്കിൻ്റെ ഇരുത്തവും ഇരിക്കണം. പ്രവർത്തനങ്ങൾ. നിസ്കാരത്തിലെ 2 തരം ഇരുത്തം ഇരുന്ന് ശീലിക്കുക. ഈ ഇരുത്തം ഉസ്താദ് കാണിച്ചു തരുന്ന പോലെ ഇരുന്ന് ശീലിക്കാം. അടുത്തത് നമുക്ക് ഓർമ്മിച്ച് പറയാം. ഒരു റക്അത്ത് നിസ്കാരത്തിൻ്റെ രൂപം. എങ്ങനെയാണ് ഒരു റക്അത്ത് നിസ്കാരം? ആദ്യം ബാങ്ക്, അതിനുശേഷം നിയ്യത്ത്, ഉസല്ലി ഫർളൽ ളുഹ്രി നിയ്യത്ത്, അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലിക്കൊണ്ട് കൈ നെഞ്ചിനും പൊക്കിളിനും ഇടയിൽ വെക്കുക, വജഹത്ത് ഓതുക, ഫാത്തിഹ ഓതുക, ഒരു സൂറത്ത് ഓതുക. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് റുക്കൂയിലേക്ക് പ്രവേശിക്കാം. റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം ചൊല്ലുക. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് റുക്കൂയിൽ നിന്ന് ഉയരുക. റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാത്തി വമിൽ അൽ അർളി വമിൽ മാ ഷിഅ്ത മിൻ ഷൈഇൻ ബഅദ് എന്ന് ചൊല്ലുക. അതിനുശേഷം
സുജൂദ്. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം ചൊല്ലുക. അത് കഴിഞ്ഞാൽ സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ റബ്ബി ഇഫ്ർലി വർഹംനി വജ്ബുർനി വർഫൈനി വർസുഖ്നി വഅദിനി വആഫിനി എന്ന് ചൊല്ലുക. അതിനുശേഷം വീണ്ടും ഒരു സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ നിന്നുള്ള രണ്ടാം സുജൂദിൽ നിന്നുള്ള ഉയരലോടുകൂടി ഒരു റക്അത്ത് പൂർത്തിയായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഉസ്താദിനോട് ചോദിച്ച് പഠിക്കാം. നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ 3ാം ക്ലാസ്സിലെ ബുക്കിലാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? 1. നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ നിന്ന് വല്ലതും ഒഴിവാക്കുക. 2. ഏതെങ്കിലും ഷർത്തിന് ഭംഗം വരിക. 3. 2 അക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ ഉച്ചരിക്കുക. 4. തുടർച്ചയായി 3 തവണ അനങ്ങുക. 5. ഉമിനീർ അല്ലാത്ത ഏതെങ്കിലും വസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഈ 5 കാര്യങ്ങളാണ് നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. ഇത് 3ാം ക്ലാസ്സിലാണ് പഠിക്കാനുള്ളത്. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതുകൊണ്ട്, ഇവിടെ ചോദ്യം വന്നുകൊണ്ട് ഉത്തരം പറഞ്ഞതാണ്. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 2ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ പാഠം ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.